ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചടയമംഗലം പഞ്ചായത്തിലെ ബ്രാഞ്ച് തല സമ്മേളനങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ. ഗണപതി നടയിലെ ബ്രാഞ്ച് സമ്മേളനമാണ് ആരാധ്യയായ സഖാവ് ആർ ലതാദേവിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സമ്മേളന നടപടിയുടെ ആദ്യ ഘട്ടം ഒന്നാമത്തെ അജണ്ട എന്ന നിലയിൽ പതാക ഉയർത്തലാണ്. പതാക ഉയർത്തുന്നതിന് വേണ്ടി നമ്മുടെ ബ്രാഞ്ചിലെ ഏറ്റവും മുതിർന്ന അംഗമായ സഖാവ് ചെല്ലപ്പനെ ക്ഷണിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, സിപിഐ സിന്ദാബാദ്, സിപിഐ സിന്ദാബാദ്, ബ്രാഞ്ച് സമ്മേളനം സിന്ദാബാദ്, ബ്രാഞ്ച് സമ്മേളനം സിന്ദാബാദ്, 25ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, 25ാം പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. മനാവ്, അമീർ, സുലോചന, ശങ്കരൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സമ്മേളനം അനുശോചനം അറിയിക്കുന്നു. കമ്മിറ്റി മെമ്പർ കൂടിയായ സഖാവ് ടി വിമൽകുമാർ അവരെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ആർ ലതാദേവിയെ ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ തുടർന്ന് സംസാരിക്കുന്ന ചടയമംഗലം ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ടി വിമൽകുമാറിനെ ഈ കമ്മിറ്റിയിലേക്ക് ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി മെമ്പറായിട്ടുള്ള സഖാവ് ബാബുരാജിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടയമംഗലം ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ജെ പത്മകുമാറിനെ ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പറും വാർഡ് മെമ്പറും ആയിട്ടുള്ള വിഷ്ണുരാജിനെ ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വനിതാ സംഘടനയുടെ നേതാവായിട്ടുള്ള സഖാവ് ഡി പ്രീതയെ ഈ സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാർട്ടി ഉണ്ടായിട്ട് 100 വർഷങ്ങൾ തികയുന്ന അവസരമാണിത്. 1925 ഡിസംബറിൽ ഇന്ത്യൻ മണ്ണിൽ രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കൂട്ടിയാൽ ഇന്ന് 100 കൊല്ലം കഴിയും. ബാബുരാജൻ തുടങ്ങിയുള്ള ലോക്കൽ ബ്രാഞ്ച് നേതാക്കന്മാരെ, പ്രിയമുള്ള ജനപ്രതിനിധികളായിട്ടുള്ള നേതാക്കളെ, സ്നേഹം നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളെ, പ്രിയപ്പെട്ട പാർട്ടി അനുഭാവികളെ, പ്രിയ സഖാക്കളെ, നമ്മുടെ പാർട്ടിയുടെ 25ാമത് കോൺഗ്രസ്. പലർക്കും സംശയം തോന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസ് ആണ്. എന്തായാലും പാർട്ടി അംഗങ്ങൾക്ക് ആ സംശയമില്ല, നമുക്ക് പരിചിതമായിട്ടുള്ളതാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ സമ്മേളനമാണ്. ഇപ്പോൾ CPIയുടെ അഖിലേന്ത്യാ സമ്മേളനം വരാൻ പോവുകയാണ്. ഒക്ടോബർ മാസത്തിലാണ് 21 മുതൽ 24 വരെ. പഞ്ചാബ് ലോക സാഹചര്യത്തിന് അനുസൃതമായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടുകൾ, ഇവയിലെല്ലാം അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള CPIയുടെ പരമ ഉന്നതമായിട്ടുള്ള അധികാര വേദിയാണ് പാർട്ടിയുടെ ദേശീയ സമ്മേളനം അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ് സമയബന്ധിതമായിട്ട് ഇത്തരത്തിൽ സംഘടനാ സമ്മേളനങ്ങൾ നടത്താറുള്ളത്. നമുക്കറിയാം വേറെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളെക്കാൾ വലുതായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകാം, നമ്മൾ അത്രത്തോളം തന്നെ ശേഷിയില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകാം. പക്ഷേ അവരാരും തന്നെ
ഉൾപാർട്ടി ജനാധിപത്യത്തിന് വില കൽപ്പിക്കുന്ന തരത്തിലുള്ള പാർട്ടിയുടെ അംഗങ്ങൾ ഉൾപ്പെടെ വിവിധ തലങ്ങളിലുള്ള പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന തരത്തിലുള്ള ഘടക സമ്മേളനങ്ങൾ സമയബന്ധിതമായിട്ട് നടത്തുന്നവർ അല്ല.